നൂലുകൾ അടുക്കി ഇഴകൾ പൊട്ടാതെ നെയ്തെടുക്കുന്ന കൈത്തറി വസ്ത്രം മലയാളികളെ ചെറുതായൊന്നുമല്ല മോഹിപ്പിക്കുന്നത്. കൈത്തറിയിൽ നെയ്തെടുത്ത വസ്ത്രത്തിന് ആവശ്യക്കാർ അന്നും ഇന്നും ഏറെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്ന നൂലിൽ ചായം പൂശി ഉണക്കും. പിന്നെ ഊടുനൂലും പാവുനൂലും അടുക്കുന്നു. പാവുനൂലുകളെ സമാന്തരമായി അടുക്കി അവയോരോന്നിൻ്റെയും മുകളിലും താഴെയും കൂടി ഇടവിട്ടിടവിട്ട രീതിയിൽ ഊടുനൂലുകൾ കടത്തിവിട്ടാണ് നെയ്ത്തിനായി തയ്യാറാക്കുക. പ്രദേശങ്ങളിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ ഇത് നോക്കില്ല, അല്ല ഒരു പുതിയത് കാണാതെ ഇപ്പോൾ എല്ലാം തേഞ്ഞുകൊണ്ട് പോകല്ലേ ഇത് കൈത്തറി. അതുകൊണ്ട് എല്ലാവരും കാണാൻ വേണ്ടി വരികയാണ്. ഇതെന്താ ഒരു സംഭവം പറഞ്ഞ് കാണിക്കാൻ വേണ്ടി വരികയാണ്. അപ്പം ഞങ്ങൾ എല്ലാ ഡിസൈനും ജക്കാർഡ് ഡിസൈനും എല്ലാ നെയ്ത്തും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ കൊല്ലവും ഞങ്ങൾ വരുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടി. പക്ഷേ കൈത്തറിക്ക് പകരം യന്ത്രവൽകൃത തറികൾ രംഗത്തെത്തിയതോടെ കൈത്തറി മേഖല നിലനിൽപ്പിനായി പോരാടുകയാണ്. അതോടെ കൈത്തറി യന്ത്രം ഒരു പ്രദർശന വസ്തുവായി മാറി തുടങ്ങി. പലരും നേരിൽ കണ്ടിട്ടില്ലാത്ത കൈത്തറി യന്ത്രം കണ്ടപ്പോൾ ഏവർക്കും വിസ്മയം. ഈ കൈത്തറി യന്ത്രം പോലെ വെറും കാഴ്ചവസ്തു ആകുകയാണ് തങ്ങളെന്ന് നെയ്ത്തുകാർ പറയുന്നു. കൈത്തറി കുറേ കാലം നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂലിയും കുറവും പിന്നെ മെറ്റീരിയൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ജനങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വേറെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കൈത്തറി കമ്മിയായിക്കൊണ്ട് വരുന്നത്. ഗവൺമെൻറ് നമ്മളെ പ്രോത്സാഹിക്കും തോറും ഇതിന് കൂടി വരും വിചാരിക്കുന്നു. സർക്കാരിൻ്റെ കാര്യമായ പിന്തുണയില്ല. നൂലിന് വൻ വില. പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയിലും ഈ തൊഴിലിനെ കൈവിടാൻ ഇവർക്കാവുന്നില്ല. പുതുതലമുറ ഈ രംഗത്തേക്ക് കടന്നുവരാൻ മടിക്കുന്നു. ഒരു ദശകത്തിനപ്പുറം ഈ കൈത്തറി യന്ത്രം ശരിക്കും ഒരു പ്രദർശന വസ്തുവാകുമെന്ന് ഇവർ പേടിക്കുന്നു. ക്യാമറാമാൻ ബിനുവിനൊപ്പം സനൂപ് ശശിധരൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.